ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ വിമോചന യാത്രയുടെ 14-ാമത്തെ ദിവസത്തിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ യാത്രയിൽ ഒരുമിച്ച് നിങ്ങൾ വരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥന നമ്മുടെ വ്യക്തിജീവിതത്തെയും സഭാജീവിതത്തെയും ശക്തിപ്പെടുത്തും എന്ന് നമുക്ക് പൂർണ്ണമായും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാം. 14-ാമത്തെ ദിവസത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് എടുക്കുന്നത് പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകം 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ വിവരിക്കുന്ന പഴയ നിയമത്തിലെ 5 ബലികളെക്കുറിച്ചാണ്. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം 5 പ്രധാനപ്പെട്ട ബലികൾ സ്ഥാപിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് കാൽവരിയിൽ ഈശോ അർപ്പിച്ച അവിടുത്തെ ആ യാഗം, കുരിശുമരണം, കേവലം ഒരു സംഭവം എന്നതിനപ്പുറത്ത് ഈ 5 പഴയ നിയമ ബലികളുടെ പൂർണ്ണമായ പൂർത്തീകരണം കൂടിയാണ്. പഴയ നിയമത്തിലെ 5 ബലികളും യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ പൂർത്തിയാവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ദിവ്യകാരുണ്യം ഈ ബലികളുടെ പൂർത്തീകരണമായിട്ട് മാറുന്നത് എന്ന് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പഴയ നിയമത്തിലെ യഹൂദൻ്റെ ഈ ബലി, 5 ബലികളും ആ ബലികൾ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ അർപ്പിക്കപ്പെടാൻ വേണ്ടി ദൈവം നിർദ്ദേശിച്ചവയാണ്. അതിലെ ആദ്യത്തേത് നമ്മൾ ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത് ദഹനബലി എന്നാണ്. ബേൺട്ട് ഓഫറിങ്, ദഹനബലി. അതിന് ഹീബ്രുവിൽ വിളിക്കുന്ന പേര് ഓല എന്നാണ്. OLAH, ഓല. പഴയ നിയമത്തിൽ ഇത് ദൈവത്തിന് ഒരാൾ നടത്തുന്ന പൂർണ്ണമായ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമായ ബലിയായിരുന്നു. ഇതൊരു സെൽഫ് ഓഫറിങ്ങിന് തുല്യമാണ്. ഒരാൾ സ്വയം അർപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു ഊനമില്ലാത്ത മൃഗത്തെ ബലിപീഠത്തിൽ വെച്ച് പൂർണ്ണമായും ദഹിപ്പിക്കും. അതുകൊണ്ടാണ് അതിനെ ദഹനബലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മൃഗം പൂർണ്ണമായി ഇല്ലാതാവും. അതൊരാൾ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു. ആ ബലിയിൽ നിന്ന് ബലിവസ്തുക്കൾ ആർക്കും ഭക്ഷിക്കാൻ കിട്ടില്ല, ഭക്ഷിക്കാൻ പാടില്ല. പൂർണ്ണമായ ആരാധനയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതാണത്. ഇനി എങ്ങനെയാണ് ഈ ദഹനബലി കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ പൂർത്തിയായത്? കുരിശിൽ ഈശോ പിതാവായ ദൈവത്തിന് തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. എല്ലാം അവിടുന്ന് സമർപ്പിച്ചു. തൻ്റെ ശരീരം, തൻ്റെ രക്തം, അവസാന തുള്ളി രക്തം കഴിയുമ്പോൾ പിന്നെ അവൻ്റെ വിലാവിൽ നിന്ന് വെള്ളം ഒഴുകി. അവൻ്റെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ പങ്കിട്ടെടുത്തു. അവൻ്റെ അമ്മയെ യോഹന്നാന് കൊടുത്തു. സമ്പൂർണ്ണമായിട്ട് ഈശോ പൂർണ്ണമായിട്ടും ഒടുവിൽ അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നില്ല. അവസാനം എല്ലാം പൂർത്തിയായെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണമായ ആത്മദാനം ആയിരുന്നു. ഒന്നും പിടിച്ചു വെക്കാതെ എല്ലാം കൊടുത്തു തീർത്തതാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഈശോ സത്യത്തിൽ കുരിശിൽ നടത്തിയത് ഒരർത്ഥത്തിൽ ഒരു ദഹനബലിയാണ്, ഒരു ബേൺഡ് ഓഫറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് കുർബാന. നമ്മൾ കുർബാനയിൽ നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് നമ്മൾ പറയാതെ പറയുന്നത് എന്താണ്? ദൈവമേ, എൻ്റെ ജീവിതവും ഞാൻ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന ഒരു ദഹനബലി പോലെ സമർപ്പിക്കുന്നു എന്ന ഒരു ഭാവമാണ് പരിശുദ്ധ കുർബാനയിൽ വരേണ്ടത്. ഈശോ അങ്ങനെയാണ് അത് അർപ്പിച്ചത്. ഇനി നമ്മൾ ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ബലിയാണ് ധാന്യ ബലി. ഇംഗ്ലീഷിൽ അതിന് ഗ്രെയിൻ ഓഫറിംഗ് എന്നും പറയും, മീൽ ഓഫറിംഗ് എന്നും പറയും. ഹീബ്രുവിൽ അതിൻ്റെ പേര് മിൻഖ എന്നാണ്. MINCHAH, മിൻഖ, ധാന്യബലി. പഴയ നിയമ ബലികളിൽ 5 ബലികളിൽ രക്തം ചിന്താത്ത ഏക ബലിയാണ് ധാന്യബലി. അവിടെ രക്തം ചിന്തലില്ല. എന്തൊക്കെയാണ് അർപ്പിച്ചിരുന്നത്? നേരിയ മാവ്, അത് പുളിപ്പില്ലാത്തപ്പം ഉണ്ടാക്കും. നേരിയ മാവ്, ഒലിവെണ്ണ, കുന്തിരിക്കം തുടങ്ങിയവയായിരുന്നു ധാന്യബലിക്കായി ഉപയോഗിച്ചിരുന്നത്. ദൈവം മനുഷ്യനെ പരിപാലിക്കുന്നതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ ബലി അർപ്പിച്ചിരുന്നത്.
അതായത് ദൈവം നമ്മളെ വഴി നടത്തുന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ധാന്യബലി. മിക്കവാറും തന്നെ ദഹനബലിയോടൊപ്പമാണ് ഈ ധാന്യബലി അർപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് ഈ ധാന്യബലി പൂർത്തിയായതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും ഈ ധാന്യബലിയുടെ പൂർത്തീകരണമാണ്. കുർബാനയിൽ നമ്മൾ അർപ്പിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പഴയ നിയമത്തിലെ ധാന്യബലിയുടെ പൂർത്തീകരണമാണ്. ലത്തീൻ കുർബാനയിൽ പുരോഹിതൻ ഈ ഓഫർ ട്രീ കാഴ്ച സമർപ്പണം നടത്തുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, ഫ്രൂട്ട് ഓഫ് ദി എർത്ത് ആൻഡ് വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ്, ഇറ്റ് വിൽ ബിക്കം ഫോർ അസ് ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഫലവും മനുഷ്യൻ്റെ അധ്വാനവുമായ ഈ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ബലിയാണ്, ക്രിസ്തു സമർപ്പിച്ച ബലിയാണ് എങ്കിലും നമ്മുടെ എല്ലാ അധ്വാനവും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വേദനകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം ഇതിനോട് ചേർത്ത് വെക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഈ രക്തരഹിതമായ ബലി കർത്താവ് ഈശോ മിശിഹാ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമുക്ക് വേണ്ടി തൻ്റെ ബലിയെ സമർപ്പിച്ച് തന്ന ആ അന്ത്യത്താഴ ബലിയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കുർബാന അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പഴയ നിയമത്തിലെ ഒരു ധാന്യബലിയുടെ ഒരു പൂർത്തീകരണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ബലിയാണ് സമാധാന ബലി, അല്ലെങ്കിൽ സ്തോത്രബലി എന്നും അതിനെ പറയാറുണ്ട്. കൃതജ്ഞതാ ബലി, സമാധാന ബലി, പല പേരുകളിൽ പറയാം. സമാധാന ബലി അല്ലെങ്കിൽ അതിനെ സ്തോത്രബലി എന്ന് പറയാം, അതുപോലെ കൃതജ്ഞതാ ബലി എന്ന് പറയാം. ഇംഗ്ലീഷിൽ പീസ് ഓഫറിങ്, താങ്ക്സ് ഗിവിങ് ഓഫറിങ്, ഹീബ്രുവിൽ അതിനെ തോദ എന്നാണ് പറയുന്നത്, TODAH, തോദ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. പഴയ നിയമത്തിൽ ഈ ബലി ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായിട്ട് അർപ്പിച്ച ബലിയാണ്. ഇതൊരു നന്ദി സൂചകമായിട്ട് സമർപ്പിച്ച ബലിയാണ്. ഈ അർപ്പിക്കുന്ന ആ ബലിയുടെ ആ ബലിമൃഗത്തിൻ്റെ മാംസം പുരോഹിതനും ഭക്ഷിക്കാമായിരുന്നു. അതുപോലെ തന്നെ ബലിയർപ്പകനും അത് കൊടുക്കുന്ന ആ ബലി അർപ്പിക്കാൻ ആ മൃഗത്തെ കൊണ്ടുവരുന്ന ആൾക്കും അത് ഭക്ഷിക്കാമായിരുന്നു. ഇനി ഇതിൻ്റെ ഈ പറയുന്ന ആദ്യത്തെ ആ സമാധാന ബലിയുടെ ഒരു വകഭേദമാണ്, വേറൊരു ഫോമാണ് സ്തോത്രബലി. തോതാന്ന് ഞാൻ പറഞ്ഞ സ്തോത്രബലി, അത് പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിച്ചാണ് ആ സ്തോത്രബലി അർപ്പിച്ചിരുന്നത്. ഈ മിശിഹായുടെ കാലം എത്തുമ്പോഴേക്കും യഹൂദ റബ്ബിമാർ ഇങ്ങനെ പ്രവചിച്ചിരുന്നു, ഇങ്ങനെ പറയുമായിരുന്നു, മിശിഹായുടെ കാലം എത്തുമ്പോഴേക്കും ഈ തോത മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ സ്തോത്രബലി മാത്രമേ ഉണ്ടാകൂ, ബാക്കി എല്ലാ ബലികളും ഇല്ലാതാവും എന്ന് യഹൂദ റബ്ബിമാരുടെ ഇടയിൽ ഒരു ടീച്ചിങ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ സമാധാന ബലി അല്ലെങ്കിൽ ഈ സ്തോത്രബലി എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ബലിയിൽ പൂർത്തിയാവുന്നതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയ്ക്ക് ഗ്രീക്ക് ഉപയോഗിക്കുന്ന വാക്ക് യൂക്കരിസ്റ്റ് എന്നാണ്, യൂക്കരസ്തിയ. അതിൻ്റെ അർത്ഥം തന്നെ കൃതജ്ഞത അല്ലെങ്കിൽ സ്തോത്രം എന്നാണ്. വിശുദ്ധ കുർബാന ഈ സമാധാന ബലിയുടെ പൂർത്തീകരണമാണ്. ദൈവം നമ്മുടെ മേൽ വർഷിച്ച ദാനങ്ങൾക്കും നന്മകൾക്കുമെല്ലാം നന്ദി പറയുന്ന കൃതജ്ഞത, സ്തോത്ര, സമാധാന ബലിയാണ് പരിശുദ്ധ കുർബാന. ഇത് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്ന, ഒന്നാകാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ ആ ബലിപീഠത്തിൽ നിന്നുള്ള വസ്തുക്കൾ പങ്കിട്ടെടുത്ത് ഭക്ഷിച്ചിരുന്നത് പോലെ തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തെ തന്നെ പ്രാപിക്കാൻ സഹായിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. നമുക്കതുകൊണ്ട് ഇത് ഈ 3-ാമത്തെ ബലിയുടെ പൂർത്തീകരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പാപപരിഹാര ബലിയാണ്, സിൻ ഓഫറിങ്, പാപപരിഹാര ബലി. അതിന് ഹീബ്രുവിൽ പറയുന്നത് ചത്താത്ത് എന്നാണ്, CHATTAT
എന്താണ് ഈ ബലി? പഴയ നിയമത്തിൽ ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ആ മൃഗത്തെ ബലിയർപ്പിച്ച് മൃഗത്തിൻ്റെ രക്തം ബലിപീഠത്തിൽ തളിക്കും. ഇത് പാപപരിഹാര ബലിയാണ്. അതായത് ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്താൽ ഈ മൃഗത്തെ കൊണ്ടുവന്ന് ആ മൃഗത്തിൻ്റെ രക്തമെടുത്ത് അത് ശ്രീകോവിലിലും ബലിപീഠത്തിലുമൊക്കെ തളിക്കുന്ന അങ്ങനെ ഒരു ബലിയായിരുന്നു. അത് പാപത്തിന് പരിഹാരമായിട്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് തന്നെ ബലിയാക്കി മാറ്റിയ കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ആ ബലി മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ബലിയാണ്. അതുകൊണ്ടാണ് കുർബാനയുടെ സ്ഥാപന വചനത്തിൽ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് എന്ന് പറയുന്നത്. മാരക പാപങ്ങൾ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കും. സഭയുടെ പ്രബോധനം അനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ വീനിയൽ സിൻസ്, ലഘുപാപങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ മലങ്കര കുർബാനയിൽ ഈ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് ഒരു അബ്സല്യൂഷൻ പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പാപമോചന പ്രാർത്ഥന തന്നെയുണ്ട്. അതിൻ്റെ അവസാനം എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലെ അതേ അബ്സല്യൂഷൻ തന്നെയാണ് കുർബാനയിലും ലഭിക്കുന്നത്. അതൊരു പാപ പരിഹാര ബലിയാണ്. ഇനി അവസാനത്തേത് പ്രായശ്ചിത്ത ബലിയാണ്. അവസാനത്തെ ബലി പ്രായശ്ചിത്ത ബലിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്താണ്. 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ പ്രായശ്ചിത്ത ബലിയെക്കുറിച്ച് കാണുന്നത്. ഗിൽറ്റ് ഓഫറിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഇംഗ്ലീഷിൽ. ഗിൽറ്റ് ഓഫറിംഗ്. ഹീബ്രുവിൽ അതിനെ ആഷാം എന്നാണ്. ASHAM. പഴയ നിയമത്തിൽ ഇത് പാപപരിഹാര ബലിക്ക് തുല്യമാണ്. എന്നാൽ ഈ ബലി അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നഷ്ടപരിഹാരം ആവശ്യമായിരിക്കുന്ന ചില കുറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആരുടെയെങ്കിലും വസ്തു മോഷ്ടിച്ചെടുത്താൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. ആരെങ്കിലും വഞ്ചിച്ചാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ബാധ്യതയുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അർപ്പിക്കപ്പെടുന്ന ബലിയാണ് പ്രായശ്ചിത്ത ബലി. കുറ്റം ചെയ്തയാൾ നഷ്ടപരിഹാരവും പിഴയും കൊടുത്തതിന് ശേഷം ഈ മൃഗത്തെ പ്രായശ്ചിത്തമായിട്ട് അർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാപം ചെയ്യുമ്പോഴും നമുക്ക് അത് മനുഷ്യരോട് ചെയ്യുന്നൊരു ദ്രോഹമുണ്ട്, ദൈവത്തോട് ചെയ്യുന്നൊരു ദ്രോഹമുണ്ട്. രണ്ട് തലമുണ്ടല്ലോ പാപത്തിന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരാൾ പാപം ചെയ്താൽ ഈ പാവം ആരോടാണ് ചെയ്തത് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, പിഴ കൊടുക്കണം. എന്നിട്ട് കർത്താവിനോട് പ്രായശ്ചിത്തം അപേക്ഷിച്ച് ഈ പ്രായശ്ചിത്ത ബലി അർപ്പിക്കണം. മനുഷ്യൻ്റെ പാപം ദൈവത്തിന് അനന്തമായ നീതിക്ക് വരുത്തിയ കടം വീട്ടാൻ ഒരു മനുഷ്യന് സാധിക്കില്ല എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എത്രയായാലും അത് തികയില്ല. മനുഷ്യന് തൻ്റെ കടം വീട്ടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു ഒരു പ്രായശ്ചിത്തമായി, നമ്മുടെ എല്ലാ പാപത്തിനുമുള്ള പ്രായശ്ചിത്തമായി തന്നെ കുരിശിൽ അർപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ കുർബാന നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്ത ബലി കൂടെയാണ്. നമ്മൾ ദൈവത്തോട് മനുഷ്യരോടും ചെയ്ത പാപത്തിൻ്റെ കടം വീട്ടാൻ ഈ ബലി പിതാവായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 5 പഴയ നിയമ ബലികളും യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിൽ പൂർത്തിയായി. അതുകൊണ്ട് ഈ ബലിയിലൂടെയെല്ലാം പഴയ നിയമത്തിൽ മനുഷ്യന് കിട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം വിധത്തിലാണ് ഒരു കുർബാന നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. അത് നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് കർത്താവിന് കൊടുക്കാതെ നമ്മളെ പിടിച്ചു വെച്ച് അല്ലെ നമ്മൾ എന്തെല്ലാം ദൈവത്തിന് സമർപ്പിക്കാതിരുന്നോ അതിനെല്ലാം പരിഹാരമാണ് സമ്പൂർണ്ണമായ സമർപ്പണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ടത് ഈ കുർബാന എന്ന് പറയുന്നത് ഒരു ദൈവം നമ്മളെ പരിപാലിക്കുന്നതിന് നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്ന ഒരു ധാന്യബലിയാണ്. പിന്നെ അതൊരു അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബലിയാണ്, സ്തോത്ര ബലിയാണ്, കൃതജ്ഞതാ ബലിയാണ്, അത് പാപപരിഹാര ബലിയാണ്, അത് പ്രായശ്ചിത്ത ബലിയാണ്. ഏതെല്ലാം തലങ്ങളിലാണ് വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട്
മുന്നോട്ട് പോകാം. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 40 ദിവസം നീളുന്ന ഒരു പ്രാർത്ഥനാ യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ 40 ദിവസത്തെ പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. നമ്മുടെ ആത്മീയ ജീവിതം ഒരു പടി കൂടി ഉയരും. നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, എന്തെല്ലാം പ്രയാസം വന്നാലും നിങ്ങൾ മടുക്കരുത്. കാരണം ഇതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മ അത്ര വലുതാണെന്ന് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പറയുന്ന ഭാഗമൊക്കെ വായിക്കാൻ, വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിശുദ്ധ കുർബാനയ്ക്കൊന്നും മുടങ്ങാതെ പോകാൻ എല്ലാം കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ അത് നിങ്ങൾ ഒരു വലിയ ആത്മീയ പോരാട്ടമായിട്ട് തന്നെ കാണണം. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ചാർട്ട് ഫില്ല് ചെയ്യണം, പിന്നെ ആ പ്രെയർ ചൊല്ലണം, 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കണം, എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകണം, പൂർണ്ണ കുംഭസാരത്തിന് ഒരുങ്ങണം. നല്ല പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങൾ ചെലവഴിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപകൾ നേരുന്നു. നമുക്ക് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമ്പൂർണമായ ആരാധനയാണ് പരിശുദ്ധ കുർബാനയെന്ന് തിരിച്ചറിയാൻ, ദിവ്യകാരുണ്യത്തെക്കാൾ വലുതായി ഒരാരാധനയില്ലെന്ന് മനസ്സിലാക്കാൻ കർത്താവ് ഹൃദയം തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ മക്കളെ ഈ സമയത്ത് അവിടുത്തെ മുമ്പിലേക്ക്, അവിടുത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. കർത്താവ് ആകർഷിച്ചാലല്ലാതെ ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ദൈവമേ, ആത്മീയ ദാഹം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് തന്ന് അങ്ങേ സ്നേഹിക്കാൻ ഒരു കൃപ ഞങ്ങളിൽ തുറന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ നടത്തുന്ന ഏത് പ്രാർത്ഥനയെക്കാളും മഹോന്നതമാണ് ദിവ്യകാരുണ്യ അർപ്പണം, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ യഥാർത്ഥ സമ്പൂർണ്ണ ആരാധന യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിൽ പങ്കെടുക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ എല്ലാ ബലികളും പുതിയ നിയമത്തിലെ ഈ കുരിശിലെ ബലിയിൽ പൂർത്തിയാവുമ്പോൾ ഞങ്ങൾക്ക് മനുഷ്യരെന്ന നിലയിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ ആരാധനയാണ് പരിശുദ്ധ കുർബാനയെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി എല്ലാ ഹൃദയങ്ങളെയും ഈ നാളുകളിൽ അവിടുന്ന് ഉണർത്തണമേ. ദിവ്യകാരുണ്യ ഭക്തി വർദ്ധിക്കാൻ ഈ ശുശ്രൂഷ ഇടയാക്കണമേ. അനേകരുടെ ജീവിതം പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടതായി മാറാനും യഥാർത്ഥ ആരാധകരായി മാറാനും ദൈവമേ അങ്ങ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിയോഗങ്ങളോടെ നമ്മുടെ എല്ലാ വേദനകളും യേശുവിന് കൊടുത്ത് നമുക്ക് ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ വ്യക്തിജീവിതം, നിങ്ങളുടെ ദാമ്പത്യം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളെല്ലാം കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹം, ഈശോയോടുള്ള ആഴമായ ബന്ധം നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, പ്രിയപ്പെട്ടവരിലെല്ലാം കർത്താവിനോടുള്ള ഭക്തി വർദ്ധിക്കാനിടയാവട്ടെ. ദൈവസ്നേഹം നിറഞ്ഞവരായി നിങ്ങൾ മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല വേദനകളും രോഗങ്ങളും തകർച്ചകളും ഞെരുക്കങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. യേശുവിൻ്റെ വിലയേറിയ തിരുശരീരത്തിൻ്റെ അനന്തമായ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.